അനിയുടെയും ആദർശിൻ്റെയും നാളത്തെ പ്രൊമോ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ദേവയാനിയാണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ, എനിക്കാണെങ്കിൽ ഈ കല്യാണത്തിന് അവൻ്റെ ആദ്യത്തെ വിവാഹത്തിനാണെങ്കിൽ ഇതിനും അവനിക്ക് ഒട്ടും താല്പര്യമില്ല. പക്ഷേ എന്താ ചെയ്യാൻ, അവന് മുത്തശ്ശൻ്റെ ആ ഒരു തീരുമാനത്തിന് വേണ്ടിയാണ് അവനിങ്ങനെ നിന്ന് കൊടുക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെയാണ് കാണിക്കുന്നത് നമ്മൾ അഭിയും ആദർശം കൂടെ ആണെങ്കിൽ പോയി നമ്മൾ അനിയെ ഒരുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അനി പറയുന്നുണ്ട്, എനിക്ക് ആദ്യത്തെ കല്യാണത്തിനും എനിക്ക് ഇഷ്ടമില്ലായിരുന്നു, ഇപ്പോഴും അതേ കണക്കത്തെ അവസ്ഥയിൽ തന്നെ എനിക്ക് ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് എന്നെ നിർബന്ധിക്കുന്നതെന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ആ അഭിക്കാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അഭിയാണെങ്കിൽ എങ്ങനെയെങ്കിലും അവന്തിയെ കെട്ടിച്ചിട്ടാണെങ്കിൽ ഈ സ്വത്തുക്കളെല്ലാം കൈക്കലാക്കാൻ വേണ്ടിയൊക്കെ ഉള്ള ശ്രമത്തിൽ നമ്മൾ അഭി നിൽക്കുമ്പോഴത്തേക്ക് അപ്പം നമ്മൾ അനി ഇങ്ങനെ പറയുന്ന സമയത്ത് അഭിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സമയത്ത് നമ്മൾ ആദർശ് പറയുന്നത്, എടാ കുളവാക്കല്ലേടാ, നീ അവസാന നിമിഷം നീ ഇങ്ങനെയൊന്നും പറയല്ലേടാ എന്നൊക്കെ പറയുന്നുണ്ട്, നീ ഹാപ്പി ആയി നിൽക്കടാ എന്നൊക്കെ നമ്മൾ ആദർശ് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നാണെങ്കിൽ നമ്മളെ പൂജാരി ആണെങ്കിൽ പറയുന്നുണ്ട് നമ്മളെ മുത്തശ്ശൻ്റെ അടുത്തൊക്കെ, ഈ പയ്യനും ഇടം തിരിഞ്ഞൊക്കെ നിൽക്കുകയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പയ്യനും പെണ്ണും കൂടെ ഒന്ന് ഒരുമിക്കണമെങ്കിൽ ഒരുപാട് കടമ്പകളൊക്കെ കടക്കേണ്ടി വരുമെന്നൊക്കെ നമ്മളെ പൂജാരി ആണെങ്കിൽ മുത്തശ്ശൻ്റെ അടുത്തൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മളെ മുത്തശ്ശനൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ടെൻഷൻ ആവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ അവന്തികയും അനിയൊക്കെ ഒരുങ്ങി വരുന്നതൊക്കെ കാണിക്കുന്നുണ്ട്.